കേരളത്തിലെ ലൈഫ് പദ്ധതിയുടെ ഭാഗമായുള്ള വീടുകൾ പൂർത്തീകരിക്കുന്നതിന് പങ്കുവഹിച്ചിട്ടുള്ളത്. അപ്പോൾ കേന്ദ്രം ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് വന്നു. ലൈഫിൻ്റെ ഭാഗമായുള്ള വീടുകൾ പൂർത്തിയായാൽ ആ വീടിൻ്റെ മുന്നിൽ ഒരു ലോഗോ വെക്കണം. ആ ലോഗോയിൽ ചിലരുടെ ഫോട്ടോ, ചില കാര്യങ്ങൾ എഴുതി വെക്കൽ, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോൾ ഇത്ര ലക്ഷം വീടുകൾ കേരളത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു വീടിൻ്റെ മുന്നിലും ഒരു ലോഗോയും ഒരാളുടെ ഫോട്ടോയും വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കൈയടിക്കാൻ അറിയാം. ഞാൻ വിചാരിച്ച് അങ്ങനെയുള്ള ഞങ്ങളുടെ നാട്ടിൽ ഈ വീടുകളിൽ ഒരു തരത്തിലുള്ള ലോഗോയും വെക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം അവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ താമസിക്കുന്നവർ അവരുടെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. അവർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇതാരോ നൽകിയതാണ് എന്ന തരത്തിലൊരു അടയാളം വീട്ടിന് മുന്നിൽ വെക്കുന്നത് അവരുടേതല്ല ആ വീട് എന്ന സന്ദേശമാണ് നൽകുക. ഞങ്ങളതിനില്ല. അത്തരമൊരു പദ്ധതിയുമായി യോജിക്കാനാവില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്, ഇത് വെക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പണം തുറന്നു തന്നില്ല എന്ന് വരും. 75,000 രൂപ തന്നാൽ 3.25 ലക്ഷം രൂപ സംസ്ഥാനമാണ് വഹിക്കുന്നത്. 1.5 ലക്ഷം രൂപ തന്നാൽ 2.5 ലക്ഷം രൂപ സംസ്ഥാനമാണ് വഹിക്കുന്നത്. ആ വീട് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗമാണ് കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായുള്ള പണം. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, പണം തരണോ തരണ്ടേ, പദ്ധതി തുറന്ന് അനുവദിക്കണോ അനുവദിക്കണ്ടേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്താൻ തയ്യാറല്ല.